2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായി. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിന് തുടക്കമായി. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും IEE കേരള ഘടകവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ നൂതന പ്രവണതകൾ എന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് തുടക്കമായത്. ലോകത്തിലെ വിദ്യാഭ്യാസ, ഗവേഷണ, വ്യാവസായിക രംഗങ്ങളിൽ നിന്നുള്ള 150-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങളിലെ ഭൗതികമായ മുന്നേറ്റങ്ങളും മാനവിക സമൂഹവും എന്നതാണ്. ആകെ ലഭിച്ച 450 ഗവേഷണ പ്രബന്ധങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഉന്നത നിലവാരം പുലർത്തുന്ന 120 പ്രബന്ധങ്ങളാണ് 3 ദിവസങ്ങളിൽ 5 വേദികളിലായി നടക്കുന്നത്. അന്താരാഷ്ട്ര സമ്മേളനം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള NPOL ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ കെ ഉദ്ഘാടനം ചെയ്തു. So it's a competition which is going on and very good for the technology point of view. So on this occasion, I am extremely happy to be here and to be part of the conference. Even though it's not my core subject, I congratulate the IEEE Kerala section chapter who have taken all the pains, in fact taken the lead for spreading this, disseminating this knowledge all across the state through various conferences and various bodies as well as student chapters and all, and so that the engineering community at large and the student community of the state becomes at par with the best in the world. I also congratulate the college authorities. In fact, I had the opportunity to visit this college. I remember it is in 2014. Again, it was on a Tech Fest, I think, a 3-day event which was conducted over here. I had the opportunity to come and speak to you. I also want to say that some of the alumni of this great institution is working with us, and we are all happy about the progress being happening in all the departments of this college. I congratulate once again all the delegates and also all the participants of this particular conference. കമ്പ്യൂട്ടേഷണൽ സമ്പ്രദായങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൗതികമായ വളർച്ചയും നിർമ്മിത ബുദ്ധിയും കൊണ്ട് പ്രതിരോധ രംഗത്ത് ലഭ്യമായ നേട്ടങ്ങളെക്കുറിച്ചും നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. യന്ത്രങ്ങൾക്ക് സ്വപ്നം കാണാനോ പുതിയ സങ്കേതങ്ങളോ വികസിപ്പിക്കാനോ ഉള്ള കഴിവില്ലെന്നും മനുഷ്യബുദ്ധിയും പ്രയത്നവും ആധുനിക കമ്പ്യൂട്ടേഷണൽ സങ്കേതങ്ങളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അപ്രാപ്യമായ പലതും സാധ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ് സ്വാഗതവും പ്രൊഫസർ മുഹമ്മദ് കാസിം അധ്യക്ഷ പ്രസംഗവും നടത്തി. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. റൈസ് 2024 ജനറൽ ചെയർമാൻമാരായ ഡോക്ടർ സിദ്ധാർത്ഥ് ഷില്ലി, വർഗീസ് ചെറിയാൻ, IEE വൈസ് ചെയർമാൻ ഡോക്ടർ ബിജുന കുഞ്ഞ്, ടെക്നിക്കൽ പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ കുമാരവേൽ S, തിരുവനന്തപുരം സിഡാക്കിലെ ശാസ്ത്രജ്ഞൻ PP ചേൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.